ഹലോ വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. നമ്മൾ രാവിലെ തന്നെ ലിഡിലേക്ക് വന്നേക്കണം കേട്ടോ. ഇവിടെ ജർമ്മനിയിൽ കുപ്പി പെറുക്കി വിറ്റാലും നമുക്ക് കാശ് കിട്ടും. അത് കാണിക്കാനായിട്ട് നമ്മൾ പോകുന്നത് ഈ കാണുന്ന മെഷീനിലാണ് നമ്മൾ ഈ കുപ്പികളൊക്കെ ഇടാൻ പോകുന്നത്. ഇവിടെ ഒരു കുപ്പിക്ക് 25 സെൻറ്റ് വെച്ച് കിട്ടും. അതായത് നാട്ടിൽ 25 രൂപ. അത് വിചാരിച്ച് ഇത് പെറുക്കി വിറ്റാൽ ജീവിക്കാൻ പറ്റുമെന്ന് ആരും വിചാരിക്കേണ്ട. നമ്മളിതിപ്പോൾ ഈ മെഷീനിൽ ഇടുകയാണ്. അത് കഴിഞ്ഞ് നമ്മൾ ഇവിടെ നിന്ന് ഒരു റെസീറ്റ് കിട്ടും. ഇതുകൊണ്ട് നമ്മളതിൽ ഇവിടുത്തെ ക്യാഷിൽ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ പൈസയ്ക്ക് ഷോപ്പ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ ആ പൈസയ്ക്ക് നമ്മളെന്തെങ്കിലും മേടിച്ച് ബാക്കിയുണ്ടെങ്കിൽ അവർ ആ ക്യാഷായിട്ട് നമുക്ക് തരുന്നതാണ്. നമ്മളപ്പോൾ ആ സാധനങ്ങളൊക്കെ കൊണ്ട് ഇപ്പോൾ ലിഡിലിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ്. ഇതാണ് കേട്ടോ ആ റെസീറ്റ്. നമ്മൾ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ നിറയെ ഫ്രൂട്ട്സൊക്കെ കാണാം. പിന്നെ ഈ കാണുന്നതാണ് ഗോൾഡൻ ബെറി എന്ന് ഇതിനെ പറയുന്നത്. കാസർഗോഡ് ഇവർ ഇതിനെ മുട്ടാമ്പിളി എന്നാണ് പറയുന്നത്. ഇത് വിറ്റാമിൻ സിയും ഡിയും അടങ്ങിയുള്ള നല്ലതാണ് കേട്ടോ. പിന്നെ ഇതാണ് നമ്മുടെ സൂഷി. നമ്മൾ കൊറിയയിലുള്ളവർക്കൊക്കെ അറിയായിരിക്കും. പിന്നെ ഇതൊക്കെ ഒരു ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളാണ്. ഇത് നമ്മുടെ സംഭാരം, നമ്മുടെ നാട്ടിലെ സംഭാരത്തിൻ്റെ ഒരു ടേസ്റ്റാണ് കേട്ടോ ഇതിനെ. ഇത് നമ്മുടെ ജാക്ക് ഡാനിയലാണ്. 10% ആൽക്കഹോളുള്ളൂ. പിന്നെ ഇത് 25% നമ്മുടെ വിസ്കിയും 75% കോളേറ്റ് മിക്സ് ആയിട്ട് വരുന്നൊരു സാധനമാണ്. ഇതൊക്കെ ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കുന്ന സാധനങ്ങളാണ് കേട്ടോ ഇവിടുത്തെ. ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ട് ഞാൻ പറയുന്നില്ല, അത് അവളോട് പറയാം. ഇതിൽ എനിക്ക് ഈ ബ്രെഡ് ഐറ്റംസ് പൊതുവേ എനിക്ക് വലിയ താല്പര്യമുള്ളതല്ല. ഇതിൽ ഈ ഒരു 75-79 സെൻറ്റിൻ്റെ ഈ ഒരു സ്പിനാച്ച് റോൾ ഉണ്ടല്ലോ, ഇതാണ് പിന്നെയും ഞാൻ കഴിക്കാറുള്ളത്. ഇതിന് ചില കഴിക്കുമ്പോൾ നമുക്കൊരു പപ്സിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് ചെറുതായിട്ടെങ്കിലും കിട്ടും. അതല്ലാണ്ട് പിന്നെ ക്രൊസൻറ്റും, ഈ 2 ബ്രെഡ് മാത്രമേ എനിക്ക് കുറച്ചെങ്കിലും ഇഷ്ടമുള്ളൂ. ഇത് ഒറിജിനൽ വാനിലാണ് കേട്ടോ. ഇതിൻ്റെ ടൈപ്പ് വെറൈറ്റീസ് ഓഫ് ഷുഗർ ഇവിടെ ഉണ്ട്. ഇതിന് വാനില സൂക്കർ എന്ന് പറയും. പിന്നെ നമ്മുടെ ബേക്കിംഗ് സോഡ ഉണ്ട് കേട്ടോ ലിഡിൽ. കൈസർ നാട്രോൺ എന്ന് പറഞ്ഞിട്ട് ഒരു പച്ച കളറിൽ കാണാൻ പറ്റും ഈ ഒരു കവറിൽ. പിന്നെ ഇവിടെ ഞാൻ ഈ ലിഡിൽ പല ടൈപ്പ് ടീ പൗഡർ ഉണ്ടെങ്കിലും ഞാൻ ഈ ഒരു ടീ ആണ് വാങ്ങാറുള്ളത്. അപ്പോൾ ഇതൊരെണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് കണ്ടോ, ഇത് ടോഫു ആണ്. ഇതൊരു വീഗൻ ഐറ്റമാണ്. അത് ഭയങ്കരമായിട്ട് ഹെൽത്തി ബെനിഫിറ്റ്സ് ഉള്ളൊരു സംഭവമാണ് കേട്ടോ. അപ്പോൾ അത് ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ അത് അവിടെ ഉണ്ട്. പിന്നെ ഇവിടെ ലിഡിൽ ഫുൾ ചിക്കന് 13 യൂറോ എങ്ങാണ്ടാണുള്ളത്. പിന്നെ മറ്റേത് ടർക്കിയൊക്കെ ഉണ്ട്, ടർക്കി കാലൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ ഇവിടെ മെയിനായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ യോഗേർട്ടിൻ്റെ ഒരു വെറൈറ്റി തന്നെ ഉണ്ട്. അപ്പോൾ ഞങ്ങളിതിൽ ഈ മാംഗോൻ്റെ 2 എടുത്തിട്ടുണ്ട്. യോഗേർട്ട് അടിപൊളിയാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. പിന്നെ ഇവിടുത്തെ ആർക്ക് മെയിനായിട്ട് ഗ്രീക്ക് യോഗേർട്ടാണ് പ്രിയം. കണ്ടോ, അത് വേഗം സ്റ്റോക്ക് ഔട്ടായി പോവും. പിന്നെ ഈ ഒരു എന്താ പറയുക, ആൽക്കഹോളിൻ്റെ ഒരു സെക്ഷൻ വേറെ തന്നെ ഉണ്ട്. ഇത് കണ്ടിട്ട് ഏതെടുക്കണമെന്ന് കൺഫ്യൂഷനായിട്ട് നിൽക്കുന്ന ഒരാളെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, ഏതെടുക്കണം എന്നറിയാണ്ട് കൺഫ്യൂഷനായിട്ട് അവിടെ നിൽക്കുകയാണേ. എനിക്ക് ഈ ഒരു ബോട്ടിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ അത്? പിന്നെ സിംഗിൾ മാൾട്ട് കണ്ടുകഴിഞ്ഞാൽ ഞാൻ അവിടെ നിന്നു പോകും. എനിക്ക് സിംഗിൾ മാൾട്ടിനോട് പ്രത്യേക ഒരു ഇഷ്ടമാണ്. പിന്നെ ഞാൻ അവിടെ നിന്ന് ഈ ഒരു പാലെടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, ABCD എന്നൊക്കെ എഴുതിയിട്ട്, ഇത് അതിൻ്റെ ക്വാളിറ്റീനെ ബേസ് ചെയ്തുകൊണ്ടാണ് അവരങ്ങനെ എഴുതുന്നത്. ഇവിടുത്തെ എല്ലാ പ്രൊഡക്റ്റിനും ഈ ഒരു ഇങ്ങനെ ലേബൽ ചെയ്തിട്ടുണ്ടാവും ABCD എന്ന്. അതിൽ Aയും B അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതായിരിക്കും കേട്ടോ. പിന്നെ C and D ഒക്കെ ഏകദേശം പ്രൊഡക്ട്സിന് കാണാറുണ്ട്. ഈ പറയുന്ന ചോക്ലേറ്റ്സിനും കാര്യത്തിനൊക്കെ അത് കാണാറുണ്ട്. പിന്നെ ഞങ്ങളിവിടെ നിന്ന് ഈ ഒരു ബിയർ കേസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ മെയിനായിട്ട് ഈ സോസും അതേപോലെ കെച്ചപ്പ് സോസ് കാര്യങ്ങളൊക്കെ ഇവിടുത്തെ ആൾക്കാർക്ക് അതാണല്ലോ മെയിനായിട്ടുള്ള കാര്യം. അത് ഇവിടെ ഉണ്ട്. പിന്നെ ഈ മിൽക്കയുടെ ഈ ഒരു കേക്ക് നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടോ? അടിപൊളിയാണ്. ഇത് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ ഞങ്ങൾ ഈ ഒരു ഓറിയോൻ്റെ ഒരു പ്രോട്ടീൻ ബാർ എടുത്തിട്ടുണ്ട്. ഇത് സൂപ്പറാണ്, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ തന്നെ വേറൊരു പ്രോട്ടീൻ ബാർ ഞങ്ങൾ എടുത്തിട്ടുണ്ട്. ഈ ഒരു പ്രോട്ടീൻ ബാർ ഞങ്ങൾ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കെച്ചപ്പ് എടുത്തു. പിന്നെ ഇതാണ് ഞാനന്ന് വീഡിയോയിൽ കാണിച്ച ട്യൂണ കേട്ടോ.
ഇത് ഓൾറെഡി കുക്ക്ഡ് ആയിട്ടുള്ള ഐറ്റം ആയിരിക്കും. ഇതൊരു ടിന്നിലായിട്ട് നമുക്ക് കിട്ടുന്നതാണ്. ഇത് പയർ, ഈ പറയുന്ന കിഡ്നി ബീൻസും പീസും കാര്യങ്ങളൊക്കെ ഇത് ഓൾറെഡി കുക്ക്ഡ് ആയിരിക്കും. ഇത് നമ്മളെടുത്ത് ഈ കറി വയ്ക്കുമ്പോൾ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് നമ്മുടെ ചോളമാണ്. ഇത് നല്ല ടേസ്റ്റാണ്. ഇതും ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് ഫുള്ളായിട്ട് ചോക്ലേറ്റ് ഐറ്റംസ് ആണ്. ഇതിൽ കണ്ടോ, ഇതിൽ ഞങ്ങൾ ഇവിടെ നിന്നൊരു ഡാർക്ക് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഇതിൽ 90% അല്ലെങ്കിൽ അതിന് എബോ ആയിട്ടുള്ള ഡാർക്ക് ചോക്ലേറ്റ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. പ്യുവർ ആയിട്ടുള്ളതായിരിക്കും. അപ്പോൾ അത് നോക്കിയിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ അത് ഞങ്ങൾ എടുത്തിട്ടുണ്ട്. ഈ ഒരു ചോക്ലേറ്റ് കാണുമ്പോൾ എനിക്ക് ചക്കര തന്നെയാണ് ഓർമ്മ വരുന്നത്. എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള കൊച്ചാണ്, എൻ്റെ ഒരു അനിയത്തി എന്ന് പറയാം. അവൾക്കിത് ഭയങ്കര ഇഷ്ടമാണ്. കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ അടുത്ത്. പിന്നെ ജർമ്മനിലുള്ളൊരു ബ്രാൻഡാണ് സീൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ബിയർ ബോട്ടിലിനേക്കാളും വിലയാണ് വാട്ടറിന്. ഇവിടെ പെറ്റ്സിന് എല്ലാവർക്കും ഫേവറേറ്റ് ആയതുകൊണ്ട് തന്നെ പെറ്റ്സിൻ്റെ ഫുഡും കാര്യങ്ങളൊക്കെ വേറെ സെക്ഷനുണ്ട്. ഇവിടെ ലിഡിൽ നമുക്ക് സ്വീറ്റ് പൊട്ടറ്റോ കിട്ടുമേ. അത് എനിക്ക് അത്ര വലിയ ഇഷ്ടമല്ല. കാരണം നമ്മുടെ ഇന്ത്യൻ സ്വീറ്റ് പൊട്ടറ്റോനായിട്ട് കമ്പയർ ചെയ്യുമ്പം ഇവിടുത്തെ സ്വീറ്റ് പൊട്ടറ്റോ ഒരു ഓറഞ്ച് കളറാണ് ഉള്ളിൽ. അതൊരു വേറെ തന്നെ ഒരു ടേസ്റ്റാണ്. എനിക്കതിൻ്റെ ഒരു ടേസ്റ്റ് വലിയ ഇഷ്ടമല്ല. പിന്നെ ഞങ്ങളിതിൻ്റെ പ്രൊഡക്റ്റൊക്കെ ബില്ല് ചെയ്തു. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഗോൾഡൻ ബെറിനെ ഞങ്ങളുടെ കാസർഗോഡ് മുട്ടാമ്പിളിങ്ങ എന്നാണ് പറയുക. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. സോ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.